ഓം ശാന്തി 11/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. സമാധാനം ശാന്തിധാമത്തിലും സുഖധാമത്തിലും തന്നെയാണ്. ഈ രാവണ രാജ്യത്തെ ദുഃഖധാമം എന്ന് പറയുന്നു. കാരണം എല്ലാ വശങ്ങളിൽ നിന്നും ദുഃഖം മാത്രമാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. ഉള്ളിലും ദുഃഖമാണ്, പുറമേയും ദുഃഖമാണ്. ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ എന്ന് ഭക്തർ വിളിച്ചു പറയാറുമുണ്ട്. അതിനനുസരിച്ച് ബാബ വന്നിരിക്കുകയാണ് നമ്മളെ സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലോകമെന്നത് ശാന്തിധാമവും സുഖധാമവും തന്നെയാണ്. ചോദ്യം: ഈ യുദ്ധമൈതാനത്തിൽ മായ ഏറ്റവും ആദ്യം ഏത് കാര്യത്തിലാണ് ആക്രമിക്കുന്നത്? ഉത്തരം: നിശ്ചയത്തിൽ. മുന്നോട്ടു പോകുന്തോറും നിശ്ചയം മുറിക്കാൻ നോക്കുന്നു. ഇതിനാൽ തോറ്റും പോകുന്നു. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ആ ബാബ നമുക്ക് ശ്രീമതം തരികയാണ്. ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുകയാണ് എന്ന ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ നിശ്ചയമുണ്ടെങ്കിൽ ഒരിക്കലും മായയോട് തോൽക്കുക സാധ്യമല്ല. ഒരു വൃക്ഷത്തെ നശിപ്പിക്കുന്നതിന് അതിൻ്റെ വേരിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുപോലെ മായ നമ്മൾ ബാബയുടെ കുട്ടികളെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ഒരു കാലത്ത് മായയുടെ കൂടെയായിരുന്നു. എപ്പോൾ ബാബ വന്നുവോ അപ്പോൾ നമ്മൾ കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ച് മായാജീത്താകുന്നതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മായയും നമ്മളോട് യുദ്ധം ചെയ്യുന്നു. പിടിവലിയിൽ മായ ഒരു വശത്ത്, ബാബ ഒരു വശത്ത് എന്നാണ്. നമ്മെ തോൽപ്പിക്കാനായി മായ ഏറ്റവും ആദ്യം ഏത് കാര്യത്തിലാണ് ആക്രമിക്കുന്നത്? അത് നിശ്ചയത്തിലാണ്. നാം മനസ്സിലാക്കണം, ഒരിക്കൽ ബാബയിൽ നിശ്ചയം വന്നു എങ്കിൽ ആ നിശ്ചയത്തിന് ഒരു കുറവും സംഭവിക്കില്ല. എന്നാൽ ആ നിശ്ചയത്തിനെ ഇടയ്ക്കിടയ്ക്ക് നാം ശക്തമാക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കൽ നിശ്ചയം വന്നു, പിന്നെ അങ്ങോട്ട് ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. എത്ര ബാബയിൽ നിശ്ചയമുണ്ടോ അത് ഇടയ്ക്കിടെ നമ്മുടെ വശത്തിൽ നിന്നും നാം ശക്തമാക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടെ അവനവനെ ഓർമ്മിപ്പിക്കണം, ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. എൻ്റെയും ദുഃഖം മാറ്റി സുഖം നൽകുന്നവനാണ്. അതിനാൽ ബാബയുടെ ശ്രീമതം തീർച്ചയായും ഞാൻ അനുസരിക്കണം. പിന്നെ ബാബയുടെ ശ്രീമതം എന്നത് നമ്മെ ശ്രേഷ്ഠമാക്കുന്നതാണ്. ഈ കാര്യത്തിലും പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ നിശ്ചയം ആവശ്യമാണ്. ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്. എത്രത്തോളം നാം സ്വദർശന ചക്രധാരിയാകുന്നു അത്രത്തോളം മായയെ ജയിക്കുന്നതും എളുപ്പമാകുന്നു. ഇതും മനസ്സിലാക്കി സ്വദർശന ചക്രത്തിലും നാം ശ്രദ്ധ കൊടുക്കണം. മുഴുവൻ സൃഷ്ടി ചക്രത്തെയും നാം ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ നിശ്ചയത്തെ ഇടയ്ക്കിടെ ശക്തമാക്കുന്നതിലൂടെ മായയ്ക്കൊരിക്കലും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല. മായ ഏറ്റവും ആദ്യം നോക്കുന്നത് നിശ്ചയത്തിൽ എത്ര ശക്തിയുണ്ട് എന്നാണ്. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ, എവിടെ സുഖവും സമാധാനവും ഉണ്ട്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നഷ്ടമോഹയായി ബാബയെ ഓർമ്മിക്കണം. കുടുംബത്തിലും പരിവാരത്തിലും ഇരിക്കെ വിശ്വാധികാരി ആകുന്നതിന് പരിശ്രമിക്കണം. അവഗുണങ്ങളെ വിട്ടുപോകണം. 2. തൻ്റെ ചലനം എല്ലാവരും ഫോളോ ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം. ഒരു വികാരവും ഉള്ളിലുണ്ടായിരിക്കരുത്.
ഇത് ചെക്ക് ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം നഷ്ടമോഹയായി ബാബയെ ഓർമ്മിക്കണം. ചിലപ്പോൾ വ്യക്തികളിൽ, ചിലപ്പോൾ സാധനങ്ങളിൽ, ചിലപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പല റോളുകളിൽ നമുക്ക് മോഹം അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തികളെയും സാധനങ്ങളെയും നമ്മുടെ തന്നെ റോളുകളെയും അതായത് പാർട്ടുകളെയും എല്ലാം വിട്ട് സ്വയം ആത്മാവ്, അശരീരിയായ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. വീട്ടിലും കുടുംബത്തിലും ഇരിക്കെ എല്ലാം പരിപാലിച്ചുകൊണ്ടും എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ടും വിശ്വാധികാരിയാകാൻ സാധിക്കും. ഈ ആഗ്രഹം മുന്നിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. ഉള്ളിൽ എന്ത് അവഗുണങ്ങളുണ്ടോ അവയെല്ലാം വിട്ട് വരണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ചലനം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു വികാരവും ഉണ്ടായിരിക്കരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം, ചെക്ക് ചെയ്യണം. ഉള്ളിൽ എന്തുണ്ടെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ കർമ്മത്തിലൂടെ പുറത്തു വരും. അതിനാൽ ഉള്ളിൽ വികാരത്തിൻ്റെ ഒരംശവും ഉണ്ടായിരിക്കരുത്. ഇത് ചെക്ക് ചെയ്യണം. വരദാനം: ഡബിൾ സേവനത്തിലൂടെ അലൗകിക ശക്തിയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ സ്വരൂപമാണ് വിശ്വസേവകൻ്റേത്, ഇതുപോലെ താങ്കളും ബാബയ്ക്ക് സമാനം വിശ്വസേവാധാരികളാണ്. ശരീരത്തിലൂടെ സ്ഥൂല സേവനം ചെയ്തുകൊണ്ടും മനസ്സ വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തിൽ തൽപരരായിരിക്കൂ. ഒരേ സമയം തന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നിച്ച് സേവനം നടക്കണം. ആരാണോ മനസ്സ കർമ്മണ ഒപ്പമൊപ്പം സേവനം ചെയ്യുന്നത് അവരെ കാണുന്നവർക്കും അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരമുണ്ടാകും, ഇതേതോ അലൗകിക ശക്തിയാണ് എന്ന്. ഇതിനാൽ ഈ അഭ്യാസം നിരന്തരവും നാച്ചുറലും ആക്കണം. മനസ്സാ സേവനത്തിനായി വിശേഷിച്ച് ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കണം. ബാബ വിശ്വസേവാധാരിയാണ്. നമ്മൾ കുട്ടികളും വിശ്വസേവാധാരികളാണ്. ശരീരം കൊണ്ട് എന്ത് സേവനം ചെയ്യുമ്പോഴും മനസ്സുകൊണ്ടും കൂടി സേവനം ചെയ്യുന്ന അഭ്യാസം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് കാണുന്നവർക്കും അനുഭവമുണ്ടാകും അല്ലെങ്കിൽ സാക്ഷാത്കാരമുണ്ടാകും, ഇതേതോ അലൗകിക ശക്തിയാണ് എന്ന്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നതിനായി നമ്മളുടെ ഈ ഒരു പ്രാക്ടീസ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരേ സമയം ഒരുമിച്ച് സേവനം ചെയ്യുന്നതിൻ്റെ അഭ്യാസം നിരന്തരവും ഉണ്ടായിരിക്കണം, നാച്ചുറലും ആക്കണം. മനസ്സാ സേവനം ശക്തമാക്കുന്നതിന് വിശേഷിച്ച് ഏകാഗ്രത അഭ്യസിക്കണം. സ്ലോഗൻ: സർവരെ പ്രതിയും ഗുണഗ്രാഹകരാകൂ, എന്നാൽ ഫോളോ ബ്രഹ്മബാബയെ ചെയ്യൂ. ചുറ്റുമുള്ളവരിൽ എന്ത് ഗുണമാണോ ഉള്ളത് അത് നാം നമ്മുടെ മൂന്നാമത്തെ കണ്ണിലൂടെ കാണുന്നതിലൂടെ ആ ഗുണം നമ്മളിലേക്കും വരാൻ തുടങ്ങും. ഇങ്ങനെ ഗുണഗ്രാഹി ആകുന്നതിലൂടെ നമ്മളിൽ ധാരാളം ഗുണങ്ങൾ വരുന്നു. എന്നാൽ നാം ഫോളോ ചെയ്യേണ്ടത്, ഓരോ കാൽവയ്പിലും പിന്തുടരേണ്ടത് നമ്മുടെ ബ്രഹ്മബാബയെയാണ്. കാരണം നാം ഗുണഗ്രാഹിയാകണം, എന്നാൽ സഹോദരങ്ങളെ ഫോളോ ചെയ്യരുത്, ബാബയെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓം ശാന്തി.